വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച ദ സെയിന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ വിശുദ്ധ കന്യ. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. വിശുദ്ധ കന്യ. മാർഗരിറ്റോ ഡിവേർട്ടിനെ 22 വർഷങ്ങൾക്കു ശേഷം ട്രാൻസ്വേറിലെ ഒരു ഇടുങ്ങിയ തെരുവീഥിയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒറ്റനോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു തദ്ദേശീയ റോമൻ വൃദ്ധനിലേക്ക് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞ അയാളുടെ പ്രകൃതവും നിർത്തിയുള്ള സ്പാനിഷ് സംഭാഷണവുമായിരുന്നു കാരണം. റോമിൽ വെച്ച് അയാളെ ആദ്യം കണ്ടുമുട്ടുമ്പോഴുണ്ടായിരുന്ന ആന്റീനിയൻ ബുദ്ധിജീവിയുടെ ഏകപക്ഷീയ പ്രകൃതവും ശ്മശാന ജീവനക്കാരുടേതുപോലുള്ള അലസമായ വസ്ത്രധാരണവുമൊക്കെ അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ തുടങ്ങിയ സുദീർഘ സംഭാഷണത്തിലൂടെ ദശാബ്ദങ്ങളുടെ ഇടവേളയിൽ നിന്നാണെങ്കിലും എനിക്ക് ക്രമേണ ആ പഴയ ഡിവേർട്ടിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. പഴയ റോമൻ ദിനങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടിയിരുന്ന ഒരു ഇരുണ്ട ബാറിൽ വെച്ചുള്ള രണ്ടാമത്തെ കോഫിക്ക് മുൻപായി തന്നെ. ഞാൻ മെല്ലെ ചോദിച്ചു, താങ്കളുടെ വിശുദ്ധ കന്യയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? കന്യ അവിടെ തന്നെയുണ്ട്, ഞാൻ കാത്തിരിക്കുന്നു. ഗായകൻ റാഫേൽ റിബ്രോ ഡിസിൽവയ്ക്കും എനിക്കും മാത്രമേ അയാളുടെ ഈ മറുപടിയുടെ ഗഹനഭാരം മുഴുവൻ മനസ്സിലാകുമായിരുന്നുള്ളൂ. കാരണം അയാളുടെ കഥയുടെ എല്ലാ സങ്കീർണതകളും തിരിച്ചറിഞ്ഞിട്ടുള്ള 2 പേർ ഞങ്ങൾ മാത്രമായിരുന്നു. എഴുത്തുകാരനെ തേടുന്ന ഒരു കഥാപാത്രമാണ് അയാൾ എന്ന് എഴുത്തുകാരായ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എഴുത്തുകാർ എപ്പോഴും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ കഥയുടെ അന്ത്യം അത്രയും പ്രവചനാതീതമായതുകൊണ്ട് തന്നെയാണ് എനിക്കിതുവരെയും അയാളെ കൈവയ്ക്കാൻ കഴിയാത്തതെന്ന് മാത്രം എനിക്കറിയാം. ചേതോഹരമായ ഒരു വസന്തകാലത്തായിരുന്നു റോമിലേക്കുള്ള അയാളുടെ ആദ്യ വരവ്. അയാളുടെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ പയസ് 12 പാപ്പാജി ഉദരത്തിനു മുകളിലെ ഡയഫ്രത്തിനുണ്ടായ ചില ചില്ലറ പ്രശ്നങ്ങൾക്ക് അല്പം നീണ്ട ചികിത്സയിലായി പോയ കാലമായിരുന്നു അത്. കൊളംബിയൻ ആൻഡീസിലെ ഹൈറേഞ്ച് ഗ്രാമമായ ടോളിമയിൽ നിന്നുള്ള അയാളുടെ ആദ്യ പുറം യാത്രയായിരുന്നു അത്. ഉറങ്ങുമ്പോൾ പോലും ഉണർന്നിരിക്കുന്ന ചില ഉദ്ദേശ്യങ്ങളോടെയുള്ള ഒരു യാത്ര കൂടിയായിരുന്നു അയാൾക്കത്. നീളമുള്ള ഒരു തമ്പുരു അടക്കം ചെയ്തതുപോലെയുള്ള സെല്ലോ കേസിന്റെ ആകൃതിയിലുള്ള ഒരു പിൻ ബോക്സ് കയ്യിൽ. ഗായകൻ റാഫേലും ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുന്ന പെൻസിയോണെ അപ്പാർട്ട്മെൻറ്റിലെത്തിയ അയാൾ ബോക്സ് ഞങ്ങളുടെ മേശപ്പുറത്ത് വച്ച ശേഷം അയാളുടെ നാട്ടുകാരൻ കൂടിയായ റാഫേലിനെ വിളിച്ച് അയാൾ എത്തിയിരിക്കുന്നു എന്ന് അറിയിച്ചു. അതായിരുന്നു ഞാനുമായുള്ള ഡിവേർട്ടിന്റെ ആദ്യ അഭിമുഖം. പ്രൈമറി സ്കൂളിനപ്പുറമുള്ള വിദ്യാഭ്യാസമൊന്നും ഡിവേർട്ടിനില്ല. എന്നാൽ പ്രത്യേക തിരഞ്ഞെടുപ്പൊന്നും കൂടാതെ അച്ചടി രൂപത്തിൽ കയ്യിൽ കിട്ടുന്നതെന്തും വായിക്കുന്ന ഒരു പ്രകൃതം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 18-ാം വയസ്സിൽ അയാൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അവൾ മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അമ്മയേക്കാൾ സുന്ദരിയായിരുന്ന ആ മകളും 7-ാം വയസ്സിൽ സ്വാഭാവികമായ ഒരു പനി വന്ന് മൂർച്ഛിച്ച് ഭൂമിയോട് വിട പറഞ്ഞുപോയി. എങ്കിലും അയാളുടെ ഇപ്പോഴത്തെ കഥ തുടങ്ങുന്നത് റോമിലേക്കുള്ള അയാളുടെ ആദ്യ വരവിനും 6 മാസം മുൻപ്, അതായത് ഇന്നേക്ക് ഏതാണ്ട് 22.5 വർഷം മുൻപുള്ള ചില അത്ഭുത സംഭവങ്ങളെ തുടർന്നായിരുന്നു. അയാളുടെ ഗ്രാമത്തിലെ ഒരു ഡാമിന്റെ നിർമ്മിതിക്കായി ഗ്രാമ സെമിത്തേരിയെ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. സ്വാഭാവികമായും
ഗ്രാമത്തിലുള്ള മറ്റുള്ളവരെ പോലെ ഡ്യുവേർട്ടും മരിച്ചുപോയവരുടെ ശരീരശേഷിപ്പുകൾ പുതിയ സെമിത്തേരിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ വ്യാപൃതനായി. അയാളുടെ ഭാര്യയുടേതായി ഒന്നും ശേഷിച്ചിരുന്നില്ല. എന്നാൽ അത്ഭുതമെന്ന് തന്നെ പറയാം, അവളുടെ അടുത്തു തന്നെ മറവ് ചെയ്തിരുന്ന മകളുടെ ശരീരത്തിന് കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചു കണ്ടില്ല. കല്ലറയുടെ മൂടി തുറക്കുമ്പോൾ സംസ്കരിക്കുന്ന സമയത്ത് അവളെ അണിയിച്ചിരുന്ന പനിനീർ പൂക്കളുടെ പുതിയതുപോലുള്ള സുഗന്ധമാണ് ആദ്യം തന്നെ അവരെ എതിരേറ്റത്. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, അവളുടെ രൂപത്തിന് ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ലെന്നത് മാത്രമല്ല, അത് തീരെ ഭാരരഹിതമായും കാണപ്പെട്ടു എന്നതും കൂടിയായിരുന്നു. അത്ഭുതകരമായ ആ വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. മരിച്ചുപോയ ഒരാളുടെ ശരീരത്തിൻ്റെ ഇത്തരത്തിലുള്ള അവിനാശാവസ്ഥ അയാളുടെ വിശുദ്ധതയുടെ തെളിവായതിനാൽ ഇടവകയിലെ ബിഷപ്പ് ഇക്കാര്യം വത്തിക്കാന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കണമെന്ന് അറിയിച്ചു. ഇതിനായി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പൊതു ഫണ്ട് സമാഹരിക്കുകയും ചെയ്തു. ഇതാണ് 22 വർഷം മുമ്പ് ആന്റീനിയൻ പർവ്വതഗ്രാമമായ ടോളിമയിൽ നിന്ന് മാർഗരറ്റോ ആദ്യമായി റോമിലെത്തിയതിൻ്റെ രഹസ്യം. എന്നാൽ ഇപ്പോഴത് മാർഗരിറ്റോവിൻ്റെയോ അയാളുടെ നാടിൻ്റെ 4 അതിരുകളുടെയോ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ തന്നെ പ്രശ്നമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാർപ്പാപ്പയുടെ പരിയോളി ജില്ലയിലെ വന്ധ്യവ്യക്തി സമൂഹം തീർച്ചയായും വിഷയം കേൾക്കേണ്ടതുണ്ട്. വിശുദ്ധത്വ പ്രഖ്യാപനത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമാണത്. റാഫേൽ എത്തിയതോടെ മാർഗരറ്റോ ഡ്യുവേർട്ട് ഞങ്ങൾക്ക് മുൻപിൽ മനോഹരമായ ആ പേടകത്തിൻ്റെ താഴു തുറന്ന് മൂടി ഉയർത്തി കാണിച്ചു. അങ്ങനെയാണ് റാഫേൽ റിബ്രോ ഡി സിൽവയും ഞാനും ആ അത്ഭുത ദൃശ്യത്തിന് സാക്ഷികളായത്. തീർച്ചയായും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടിട്ടുള്ള മമ്മികളുടെ സ്വരൂപമായിരുന്നില്ല ആ കുഞ്ഞിൻ്റേത്. ഒരു നവവധുവിനെ പോലെ അലങ്കൃതിയായ ഒരു കൊച്ചു കുഞ്ഞ് ഒരു നീണ്ട മയക്കത്തിലേതെന്ന പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അത്രമാത്രം അവളുടെ ചർമ്മം അപ്പോഴും മിനുസവും തിളക്കമുള്ളതുമായിരുന്നു. തുറന്നു കാണപ്പെട്ട അവളുടെ കണ്ണുകൾക്കുമുണ്ടായിരുന്നു അതേ തിളക്കം. മരണത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും അവ ഞങ്ങളെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്നു എന്ന തോന്നലാണ് ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായത്. അവളുടെ കിരീടത്തിൽ അണിയിച്ചിരുന്ന ഓറഞ്ച് നിറത്തിലുള്ള സാറ്റിൻ പൂവുകൾക്ക് അവളുടെ കണ്ണുകളുടെ തിളക്കമുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന യഥാർത്ഥ റോസാപ്പൂവുകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിരുന്നുമില്ല. നവ്യമായ സുഗന്ധം പ്രസരിപ്പിച്ച് മൃദുലദലങ്ങളോടെ തന്നെ കാണപ്പെട്ടു അവ. മാത്രമല്ല, ശരീരം ഉയർത്തി നോക്കിയപ്പോഴും പിൻബോക്സിന്റെ ഭാരം മാറ്റമില്ലാതെ തന്നെ തുടരുകയും ചെയ്തു.